ജീവിതം കൊണ്ട് നിങ്ങൾ ദൈവവചനത്തെ ആദരിക്കുന്ന ഒരാളാണ്. പ്രാർത്ഥിക്കുന്നവനെ നോക്കി ദൈവവും ദൈവത്തിൻ്റെ ദൂതന്മാരും പറയും അവൻ ശ്രേഷ്ഠനാണെന്ന്. ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് നിങ്ങൾ സൗഖ്യമാകണമെന്ന ഉദ്ദേശം, നിങ്ങൾ വിടുവിക്കപ്പെടണമെന്ന ഉദ്ദേശം, നിങ്ങൾ രക്ഷപ്പെടണമെന്ന ഉദ്ദേശം. അതാര് നിറവേറ്റും? എൻ്റെ വചനം നിറവേറ്റൂന്ന്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 15-ാമത്തെ ദിവസമാണ് പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുന്നത്. 14 ദിവസങ്ങളിലും നാം വളരെ നിയോഗത്തോടെയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരുന്നത്. ഓരോ ദിവസവും ഞാൻ വിശ്വസിക്കുന്നു അനേകരുടെ ജീവിതത്തിൽ ഈ വചനങ്ങൾ സ്വാധീനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഈ വചനത്തിലേക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ 15-ാമത്തെ ദിവസം പ്രവേശിക്കാം. നിങ്ങൾ ഭവനങ്ങളിലായിരിക്കാം, യാത്രയിലായിരിക്കാം, നിങ്ങൾ എവിടെയും ആയിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ ഈ വചനം ശ്രവിക്കുവാൻ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്കൊന്ന് ഒരുക്കാം, ബുദ്ധിയെ നിങ്ങളൊന്ന് ഒരുക്കുക. പരിശുദ്ധാത്മാവേ, ഈ കേൾക്കുന്ന വചനത്തിനായി എന്നെ ഒന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വീഴുന്ന ഒരു സമയമാണ്. വിത്ത് കിളിർക്കുന്നത് പോലെ ഈ വചനവും നിങ്ങളിൽ കിളിർക്കും. ഈ വചനം ഒരു വിത്ത് മുളച്ച് വളരുന്നത് പോലെ ഈ വചനവും നിങ്ങളിൽ വളരുമ്പോൾ നിങ്ങളുടെ ജീവിതവും സാഹചര്യങ്ങളും വളരാനും അനുഗ്രഹിക്കപ്പെടാനും തുടങ്ങും. കർത്താവേ, ഈ ശാലോം TV-യിലൂടെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന ശുശ്രൂഷയുടെ ഭാഗമായ വിമല പാതിയിൽ എന്ന ശുശ്രൂഷയിലൂടെ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ, ആയിരക്കണക്കിന് യുവതിയുവാക്കളെ, ആയിരക്കണക്കിന് മാതാപിതാക്കളെ എല്ലാം ഒരു മനസ്സോടെ ഈ ശാലോം കുടുംബത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും ഇത് നിങ്ങളുടെ മുമ്പിലൊരു അനുഗ്രഹമുള്ള ശുശ്രൂഷയായി എത്തിച്ചവരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും അധ്വാനിച്ചവരെയും അതിൻ്റെ മുന്നിൽ നിന്നവരെയും പിറകിൽ നിന്നവരെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ ഇന്ന് വചനം കൊടുക്കുമ്പോൾ അത് അനേകരുടെ കണ്ണുനീരൊപ്പുവാൻ കാരണമാകണം. അനേകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറണം. നിൻ്റെ പ്രശ്നമൊന്നും പരിഹരിക്കപ്പെടത്തില്ല എന്ന് കേട്ട് മനസ്സും അടുത്തിരുന്നവർ ഈ വചനത്തിലൂടെ ഇങ്ങനെ വിശ്വസിക്കാൻ കഴിയണം. എൻ്റെ ദൈവം എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് വിശ്വസിക്കാൻ കഴിയട്ടെ. യേശു കുരിശുമായി ഗാഗുൽത്തായിലെ മലയിലേക്ക് പോകുമ്പം പലരും ഓടി, ഇപ്പോഴും അമ്മ മാത്രം എന്നും ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ മാറിപ്പോയാലും അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ആ അമ്മയുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് നിങ്ങളുടെ കുടുംബം ഉള്ളത്. അമ്മയുടെ സാന്നിധ്യത, അമ്മയുടെ മധ്യസ്ഥത നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മുടെ ജീവിതയാത്രകളിലും ഉണ്ട്. നമുക്കിന്ന് വചനം കേൾക്കുമ്പോൾ 14-ാമത്തെ ദിവസം നമ്മൾ കേട്ടത് ദൈവവചനം അനുസരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. അത് പറഞ്ഞു തീർന്നിട്ടില്ല 15-ാമത്തെ ദിവസം. കാരണം പരിശുദ്ധ അമ്മ ദൈവവചനമാണ് അമ്മയിൽ മാംസം ധരിച്ചത്. വചനം മാംസമായി ധരിച്ചു. പരിശുദ്ധാത്മാവിൽ അമ്മ നിറഞ്ഞു. വചനം നമ്മൾ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി, ഞാൻ ഈ വചനത്തിൻ്റെ കാര്യം ഈ 15-ാമത്തെ ദിവസം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് മറക്കരുത്. അല്ല, എനിക്ക് എങ്ങനെയാലും ജീവിച്ചാൽ മതി, എനിക്ക് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമില്ല എന്നുള്ളവർക്കിത് പ്രസക്തമല്ല, വിഷയമല്ല. പക്ഷെ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, എൻ്റെ ആരോഗ്യത്തിന് അനുഗ്രഹം വേണം, എൻ്റെ ശുശ്രൂഷകൾക്ക് അനുഗ്രഹം വേണം, എൻ്റെ കുടുംബജീവിതത്തിന് അനുഗ്രഹം വേണം, എൻ്റെ വളർന്നു വരുന്ന മക്കൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. അങ്ങനെയുള്ളവർ കൊതിയോടെ ഈ വചനം അറിയണം, പ്രതീക്ഷയോടെ ഈ വചനം അറിയണം. മറ്റൊന്നും അറിഞ്ഞിട്ടില്ലേലും ദൈവം നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഇത്. നിങ്ങൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം മാത്രമല്ല. ഇതിനൊരു വില കൊടുത്തേ പറ്റൂ. ഇതിന് ദൈവവചനം ആകുമെന്നറിയാൻ ഒരു വാക്യം എടുക്കണം. 1 സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 30-ാമത്തെ വാക്യം. 1 സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 30-ാമത്തെ വാക്യം ഒന്ന് പരിശോധിക്കുക. 1 സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഞാൻ വായിക്കുമ്പോൾ ഈ വചനം ബൈബിളിൽ ഉണ്ടോ എന്നെങ്കിലും നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡയറിയിൽ എഴുതണം. ഈ ശുശ്രൂഷകൾ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങളത് മാത്രം കേട്ട് അത് ഒരു റിമോട്ട് എടുത്ത് ഓഫാക്കി പോകരുത്. നിങ്ങളത് ഒരുപാട് പേരോട് വിളിച്ചു പറയണം, ഇങ്ങനെ ഒരു വചനമുണ്ട്, നിങ്ങളത് കേൾക്ക്
എന്ന് പറയാൻ ഇടയാകണം. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടണം. കാരണം ബൈബിളിൽ ഒരു വാക്കുണ്ട്, വിശ്വസിക്കുന്നവർ വിശ്വാസിയായ അബ്രാഹത്തോടൊപ്പം അനുഗ്രഹിക്കപ്പെടുമെന്ന്. വിശ്വസിക്കുന്നവർ വിശ്വാസിയായ അബ്രാഹത്തോടൊപ്പം. അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ഒപ്പമുള്ളവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. വചനം അങ്ങനെ പഠിപ്പിക്കുന്നത്. 1 സാമുവേൽ പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്. ഞാനത് വായിക്കുന്നു. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും. 1 സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 30-ാമത്തെ വാക്യം ദൈവം പറയാണ്, പ്രവാചകന്മാർ പറഞ്ഞതല്ല, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ദർശനം കിട്ടി രേഖപ്പെടുത്തിയതല്ല. ദൈവമായ കർത്താവ് പറയാണ്, എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും. ദൈവവചനം എന്ന് പറഞ്ഞാൽ എന്നറിയോ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന വചനം ദൈവമാണ്. എന്നെ ആദരിക്കുന്നവരെ ദൈവം പറയുന്നു ഞാനും ആദരിക്കും. എന്നെ നിന്ദിക്കുന്നവനെ ഞാനും നിന്ദിക്കും. എന്നെ ആദരിക്കുന്നവൻ, നിങ്ങളെങ്ങനെയും ദൈവത്തെ ആദരിച്ചവരാണോ? കേവലം കഴുത്തിലൊരു വലിയ ഒരു മുത്തുള്ള ഒരു ജപമാല ഇട്ടു എന്ന് മാത്രം പോരാ. ഞാൻ ഓടിക്കുന്ന കാറിലൊരു രൂപമുണ്ട്, അതിലൊരു കൊന്തയിട്ടിട്ടുണ്ട്, ഇത് മാത്രം പോരാ. ജീവിതം കൊണ്ട് നിങ്ങൾ ദൈവവചനത്തെ ആദരിക്കുന്ന ഒരാളാണോ? നിങ്ങളുടെ വീട്ടിൽ സത്യസന്ധമായ ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയുണ്ടോ? ചടങ്ങായിട്ടുള്ളൊരു പ്രാർത്ഥനയല്ലേ പല ദിവസവും നടന്നിട്ടുള്ളത്? എന്തോ ഒരു കാട്ടിക്കൂട്ടലുള്ള ഒരു പ്രാർത്ഥനയല്ലേ നടന്നിട്ടുള്ളത്? ആത്മാർത്ഥതയുള്ള ഒരു ദൈവസ്തുതി ഉയർന്നിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്? ആത്മാർത്ഥതയോടെ ദൈവവചനം തുറന്നു വച്ച് വായിച്ചിട്ടുണ്ടോ ഒരു ദിവസം? ആത്മാർത്ഥതയോടെ ആ വചനത്തെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ? സത്യസന്ധമായ ആ വചനത്തെ വിശ്വസിച്ചിട്ടുണ്ടോ? വായിച്ചു മറിച്ചു വിട്ടു എന്നതിൽ കവിഞ്ഞ് അതിനെ ആദരിച്ചിട്ടുണ്ടോ? ദൈവത്തെ ആദരിക്കുന്നവനെ ദൈവമായ ഞാനും ആ വ്യക്തിയെ, കുടുംബത്തെ ആദരിക്കും. നിങ്ങൾ കുടുംബമായി ജീവിക്കുന്ന ഒത്തിരി പേരെന്നെ കേൾക്കുന്നുണ്ടാകാം, ശുശ്രൂഷയിലുള്ളവർ കേൾക്കുന്നുണ്ടാകാം, സമർപ്പിതർ കേൾക്കുന്നുണ്ടാകാം. നിങ്ങൾ ദൈവത്തെ ആദരിക്കുന്നവരാകണം, എന്നാലേ ദൈവം നിങ്ങളെ ആദരിക്കത്തുള്ളൂ. എന്താ ആദരിക്കുക എന്ന് പറഞ്ഞാൽ, ഓട്ട മത്സരത്തിൽ ഓടുന്നൊരു കൊച്ചിന് 1-ാം സ്ഥാനമോ 2-ാം സ്ഥാനമോ കിട്ടിയാൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആ വ്യക്തിയെ വിളിച്ച് ഒരു ഉയർന്ന പീഠത്തിൽ നിർത്തി, എല്ലാവരുടെയും മുമ്പിൽ നിർത്തി ആ മത്സരത്തിൽ ജയിച്ച വ്യക്തിയെ ആദരിക്കും. ഒന്നെങ്കിൽ സമ്മാനം കൊടുക്കും, അല്ലെങ്കിൽ അതിനുള്ള വിലയും മഹത്വവും കൊടുത്ത് ആദരിക്കും. ദൈവം നിങ്ങളോട് പറയുന്നു, ദൈവത്തെ ആദരിക്കുന്നവനെ ദൈവവും ആദരിക്കും. നിങ്ങളുടെ കുടുംബം ദൈവത്തെ ആദരിക്കുന്ന ഒരു കുടുംബമാണോ? അല്ല, പ്രാർത്ഥനയില്ല, പള്ളിയില്ല, വിശ്വാസമില്ല, ഞങ്ങൾക്കതൊന്നും വിഷയമുള്ള കാര്യമല്ല, ഞങ്ങളാരും പള്ളിയിൽ പോകുന്നവരല്ല, ഞങ്ങൾ നോമ്പെടുക്കാറില്ല, ഞങ്ങൾ ഉപവാസം ഇരിക്കാറില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. ദൈവത്തെ ആദരിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നില്ലെന്ന്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന്, എനിക്കെന്നും ഇങ്ങനെയാണ്, എൻ്റെ തലവര മോശമാണ്, എനിക്കെന്നും ദോഷമാണ്, എനിക്കെന്നും കണ്ണുനീരാണ്? അത് നിങ്ങളുടെ പ്രശ്നമാണ്. ദൈവത്തെ ആദരിക്കുന്നവരെ ദൈവവും ആദരിക്കും. ദൈവത്തിൻ്റെ വാക്കാണത്. ദൈവത്തെ ആദരിക്കണം. എങ്ങനെയൊക്കെ ആദരിക്കാൻ പറ്റും? ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ആദരിക്കാൻ പറ്റും, പാട്ടുപാടി ആദരിക്കാൻ പറ്റും, ജീവിതം കൊണ്ട് ആദരിക്കാൻ പറ്റും. 10 പേരോട് ദൈവത്തിൻ്റെ വചനം ഏതാ, നീ ഇന്നതുപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തെ ആദരിക്കാൻ പറ്റും. ഒരാളോടേലും പറഞ്ഞിട്ടുണ്ടോ ദൈവത്തിൻ്റെ വചനം? പറഞ്ഞിട്ടില്ല. നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രാർത്ഥിച്ചു, നമുക്ക് 4 പേരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ തന്നെ മടിയാണ്, നാണമാണ്, ചമ്മലാണ്. പിന്നെ പ്രാർത്ഥന ഉള്ളത് തന്നെ എങ്ങനെയും തീർക്കാനാണ് നമ്മുടെ ശ്രമം. ദൈവത്തെ ആദരിക്കുന്നവരെ ദൈവവും ആദരിക്കും. അല്ലാതെ കരഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ വിഷമിച്ചിട്ട് കാര്യമില്ല, അയ്യോ ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതിനൊരു വില കൊടുക്കണം. വിലയുള്ളത് കിട്ടണേ, വില കൊടുക്കണം, വില കൽപ്പിക്കണം. അത് ബൈബിൾ പറയുന്നു. ഇനി ദൈവവചനത്തെ പരിശുദ്ധ അമ്മ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുന്ന വ്യക്തികളായി നിങ്ങൾ മാറണം. അതാണ് എഴുതി യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഏത് വിധത്തിൽ നമുക്ക് ദൈവവചനം വിലയുള്ളതാണ്. അതിന് വില കൽപ്പിക്കണം. നിങ്ങളും നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ദൈവത്തിൻ്റെ വചനത്തിന് വില കൽപ്പിക്കണം. അത് എഴുതിയിരിക്കുന്ന വാക്ക് ഞാൻ വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-ാമത്തെ വാക്യം. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അതങ്ങോട്ടും മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, എന്നിട്ടോ അത് സസ്യങ്ങളെ മുളപ്പിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. മുളപ്പിക്കുക. ഞാൻ ആ വാക്യം ഒന്ന് അല്പം പ്രാധാന്യം കൊടുക്കുവാണ് ഇവിടെ.
ദൈവം പറയുകയാണ്, ദൈവവചനവും ആകാശത്തുനിന്ന് പെയ്യുന്ന മഴയും മഞ്ഞും പോലെയാണ്. അത് മണ്ണിൽ വന്ന് വീണാൽ അവിടെയുള്ള വിത്തിനെ മുളപ്പിക്കും. എന്താ മുളപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അത് ഇലയായി അത് പുറത്തു വന്ന് അതങ്ങ് വളരും. നമ്മളങ്ങനെ കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മളൊരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണില്ലേ, മഴയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒന്നും മരുഭൂമി പോലെ ഉണങ്ങിയ മണ്ണും ഒന്നും ഉണ്ടാകത്തില്ല. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് 2-3 മഴ അങ്ങ് പെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അതിൽ പോകുമ്പം കാണാം പണ്ട് പോയതുപോലല്ല, നിറച്ച് പുല്ല് കിളുത്ത് നല്ല പച്ചപ്പായിന്ന്. ഒരു മഴ പെയ്തപ്പോൾ ഉള്ള വിത്തെല്ലാം കിളുത്തു. ഇതുപോലെ ദൈവവചനം നിങ്ങളുടെ ശരീരത്തും നിങ്ങളുടെ ജീവിതത്തിലും ഭവനത്തിലും മഴയും മഞ്ഞും പോലെ പെയ്യുവാണ്. ഇപ്പോൾ പെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ചില നന്മകളും ചില അനുഗ്രഹങ്ങളെയും ചില അഭിഷേകത്തെയും ആ ഭവനത്തിൽ മുളപ്പിച്ച് വലുതായി വരും. നിങ്ങൾ ഇപ്പോൾ ഒരു ടി വിയുടെ അല്ലെ ഒരു മീഡിയയുടെ സഹായത്തോടെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കുന്നു, കണ്ണുകൊണ്ട് പ്രസംഗിക്കുന്ന വ്യക്തിയെ കാണുന്നു, നിങ്ങളുടെ ചെവികളിലൂടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വീടുകളിൽ എത്തുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ വചനത്തെ നിങ്ങളുടെ മഴയും മഞ്ഞും പോലെ അയക്കുകയാണ്. അത് നിങ്ങളിൽ കിളിർത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി. ഇന്നലെയുള്ളതുപോലെ ആയിരിക്കില്ല ഈ വചനം വന്ന് വീഴുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറുന്നത്. അത് നന്മകളെ മുളപ്പിക്കും, അനുഗ്രഹത്തെ മുളപ്പിക്കും. അത് വെറുതെ തിരിച്ചു വരത്തില്ല. അത് ആകാശത്തേക്ക് വന്ന പോലെ മഴ മുകളിലോട്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ മഴ വന്ന് ആ മണ്ണിലുള്ളതിനെ മുളപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്നിട്ട് എഴുതിയിരിക്കുന്ന വാക്കാണ്, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ എന്ന് എഴുതിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അതായത് മഴയും മഞ്ഞും പോലെ ദൈവവചനം കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മഴയായിട്ട് തോന്നാം, ചിലപ്പോൾ ഈ വചനം മഞ്ഞായിട്ട് തോന്നാം. രണ്ടായാലും റിസൾട്ട് സെയിമാണ്. അത് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും തരും. ഒരു കുറവും വരുത്തത്തില്ല. നിങ്ങൾ പറയും പ്രാർത്ഥിക്കുന്ന സമയം നഷ്ടമാണ്. പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ ചിലർ പറയും അവർ ഭോഷന്മാരാണെന്ന്. എന്നാൽ പ്രാർത്ഥിക്കുന്നവനെ നോക്കി ദൈവവും ദൈവത്തിൻ്റെ ദൂതന്മാരും പറയും അവൻ ശ്രേഷ്ഠനാണെന്ന്. അങ്ങനെ 2 പ്രത്യേകതകളുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ ഉയർത്തുന്നവരും മണ്ടന്മാരും പോഷന്മാരും വെറുതെ നടക്കുന്നവരുമാണ്. ദൈവത്തിൻ്റെ കണ്ണിൽ അവർ വിലയുള്ളവരാണ്. കാരണം ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിനെ ദൈവം പരിചയപ്പെടുന്നു. എൻ്റെ ദാസനെ നീ ശ്രദ്ധിച്ചോ എന്നാണ് പറഞ്ഞത്. ജോബിനെ നീ ശ്രദ്ധിച്ചോ, അങ്ങനെ ഒരാളവിടെയുണ്ട്, ശ്രദ്ധിച്ചോ. എൻ്റെ ദാസനെ നീ ശ്രദ്ധിച്ചോ, അങ്ങനെ ഒരാളവിടെയുണ്ട്. ജോബ് ഭക്തനായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ വില കൊടുക്കുന്നവനെ ദൈവം ശ്രേഷ്ഠനായിട്ടാണ് കാണുന്നത്. ദൈവവചനം പ്രസംഗിക്കുന്ന എന്നെ ദൈവം ശ്രേഷ്ഠനായിട്ടാണ് കാണുന്നത്. ദൈവവചനം ശാലോം ടി വിയിലൂടെ കേൾക്കുന്ന നിങ്ങളെ ദൈവം കാണുന്നത് ശ്രേഷ്ഠതയുള്ളൊരു കുടുംബമായിട്ടാണ്. അപ്പുറത്തെ വീട്ടുകാർ ചിലപ്പോൾ ചിന്തിക്കും, വല്ല ടി വിയോ വല്ല സിനിമയോ സീരിയലോ കണ്ടുകൂടെ അവർക്ക്, എപ്പോൾ നോക്കിയാലും ഈ പ്രോഗ്രാം ഈ പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുവാണോ എന്ന് ചിന്തിക്കുമായിരിക്കും അപ്പുറത്തെ മുറിയിലുള്ളവർ പോലും. ദൈവത്തിൻ്റെ കണ്ണുകൾ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നറിയാമോ? ദൈവത്തിൻ്റെ കണ്ണുകൾ നിങ്ങളെ ഭോഷന്മാരായിട്ടല്ല കാണുന്നത്, ശ്രേഷ്ഠന്മാരായിട്ടാണ് കാണുന്നത്. ദൈവത്തിൻ്റെ വചനം മഴയും മഞ്ഞും പോലെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമായി 33 ദിവസവും. മഴ പോലെയും മഞ്ഞ് പോലെയും എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ ജീവിത പങ്കാളിയിലേക്കും മക്കളിലേക്കും മഴയും മഞ്ഞും പോലെ വന്ന് വീഴുവാണ്. അത് മണ്ണിനെ മാറ്റും, അത് നനയ്ക്കും, വിത്തുകൾ മുളയ്ക്കും, സാഹചര്യങ്ങൾ മാറും. വെറുതെ ഉണങ്ങിയ സ്ഥലം പോലെ ആയിരിക്കില്ല, ഇന്നലെ കണ്ടതുപോലല്ല ഇന്ന്. അത് മാറ്റം വരുത്തും ദൈവത്തിൻ്റെ വചനം. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, ഫലരഹിതമായ അത് തിരിച്ചു വരില്ല, എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റുമെന്ന്. ഏത് നിറവേറ്റും? എൻ്റെ ഉദ്ദേശം. അപ്പം ദൈവത്തിൻ്റെ ഉദ്ദേശം എവിടെ ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? നമ്മൾ പറയില്ലേ, ഞാൻ ആ വീട്ടിൽ പോയതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഞാൻ അയാളുടെ തലയിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു, എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഞാൻ അമ്മേനെയും മകനെയും കൂടെ നേർത്ത് നിർത്തി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയില്ലേ, ഞാനൊരു ഉദ്ദേശത്തോടെ അത് ചെയ്തത്, എനിക്കൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം ഈ കേൾക്കുന്ന വചനത്തിനുണ്ട്. ഞാൻ എന്തിനാണ് ഈ വചനം ഇപ്പോൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത്? ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബം തമ്മിൽ തല്ലി വഴക്കായി ചെതറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഈ വചനത്തിനൊരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ തകർന്നു നിൽക്കണമെന്നല്ല, തകർന്ന നിങ്ങളെ ചേർത്ത് നിർത്തണമെന്ന ഉദ്ദേശം ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ഒരുപക്ഷെ നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരോ മദ്യത്തിനോ മയക്കുമരുന്നിലോ കൂട്ടുകെട്ടിലോ അടിമത്തപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചെതറി മാറി നിങ്ങളൊരു ഭീകരമായ വിഷമം അനുഭവിക്കുന്ന ഒരാളായിരിക്കാം. ദൈവത്തിന് ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ എത്തിക്കുമ്പോൾ ഉദ്ദേശമുണ്ട്, ആ നഷ്ടപ്പെട്ട ആളെ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ഉദ്ദേശം. അതാണ് ദൈവം പറഞ്ഞത്, എൻ്റെ ഉദ്ദേശം ഞാൻ നിറവേറ്റുമെന്ന്. ഉദ്ദേശം അപ്പോൾ എവിടെ ഇരിക്കുന്നത്? ഉദ്ദേശം ഇരിക്കുന്നത് ഈ വചനത്തിനകത്താണ്.
ആ വചനം നിങ്ങളുടെ അകത്തേക്ക് വിത്ത് പോലെ, മഴയും മഞ്ഞും പോലെ അത് വരികയാണ്. അത് ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റും. ഒരുപക്ഷെ നിങ്ങൾ നാളുകളായി രോഗമുള്ള ഒരു അവസ്ഥയിൽ രോഗിയായിരിക്കുമായിരിക്കും. ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് നിങ്ങൾ സൗഖ്യമാകണമെന്ന ഉദ്ദേശം, നിങ്ങൾ വിടുവിക്കപ്പെടണമെന്ന ഉദ്ദേശം, നിങ്ങൾ രക്ഷപ്പെടണമെന്ന ഉദ്ദേശം. അത് ആര് നിറവേറ്റും? എൻ്റെ വചനം നിറവേറ്റുമെന്ന് ഈ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു. അത് നിറവേറ്റും. എന്നിട്ട് അടുത്ത വാക്യം, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ഏൽപ്പിക്കുന്ന കാര്യം, ആരേൽപ്പിക്കുന്ന കാര്യം? ദൈവം ഏൽപ്പിക്കുന്ന കാര്യം, അത് ഈ വചനം അത് വിജയപ്രദമായി ചെയ്യും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില കുടുംബങ്ങൾ ജീവിതത്തിൻ്റെ ചില തെറ്റായ തീരുമാനങ്ങളിൽ, നിലപാടുകളിൽ, അകൽച്ചയിൽ വല്ലാതെ വഴക്കായി തകർന്ന് തരിപ്പണമായി പോയി. അത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് അവരോട് ഏതെങ്കിലും ഒരു ധ്യാനമോ പ്രാർത്ഥനയോ അവർ യാദൃശ്ചികമായി കൂടും. അവർ വന്നപ്പോഴും ആ 2 ദിവസം കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞത്, ഞങ്ങൾക്കിനി വേറെ വർത്തമാനമില്ല, ഞങ്ങൾക്കിനി വേറെ പറയാനില്ല, ചിന്തിക്കാനില്ല, ഞങ്ങൾക്കൊന്നും വേറെ ഒന്നും ഞങ്ങളോട് പറയണ്ട. അവർ ദൈവത്തിൻ്റെ വചനം കേട്ടുകഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് അവർക്ക് തീരുമാനങ്ങൾ മാറുന്നു, ചിന്തകൾ മാറുന്നു. അവർ ഇന്നലെ പറഞ്ഞ തെറ്റാണ്, ഇതാണ് ശരി, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് തീരുമാനം. അയ്യോ എന്ത് പറ്റി, ഇന്നലെ അങ്ങനെ അല്ലായിരുന്നല്ലോ. അത് ദൈവം ഒരാൾ പ്രസംഗിച്ച പ്രസംഗകൻ്റെ ഗുണമല്ല, പാട്ടുപാടിയ പാട്ടുകാരൻ്റെ പാട്ടിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, അല്ലെങ്കിൽ അവിടെ വച്ചിരിക്കുന്ന സൗണ്ട് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത കൊണ്ടല്ല. അവർ കേട്ട വചനം അവരിൽ തൊട്ടു, അതവരിൽ വിജയകരമായ ചില കാര്യങ്ങൾ ചെയ്ത്. അതാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയകരമായി ചെയ്യും. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. വചനം കേട്ടിട്ട് സന്തോഷത്തോടെ നിങ്ങൾ പുറപ്പെടും, സമാധാനത്തിൽ നിങ്ങൾ നയിക്കപ്പെടും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും, വനവൃക്ഷങ്ങൾ കൈകൊട്ടും, മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധികവും മുളയ്ക്കും. ഇത് കർത്താവിന് ഒരു സ്മാരകമായിരിക്കും, ഒരിക്കലും നശിക്കാത്ത ശാശ്വതമായൊരു സ്മാരകം എന്ന് പറഞ്ഞാൽ അതെന്നും ഓർക്കാൻ പാകത്തിനോടെ നിൽക്കും. ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അതുപോലെ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഈ പുസ്തകം വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക, ദൈവവചനത്തിന് നിങ്ങൾ എന്നും നിങ്ങളുടെ മക്കളും വില കൊടുക്കുന്നവരാകണം. അതൊരു കേവലം ഒരു പുസ്തകമായി വീടിൻ്റെ ഒരു പ്രാർത്ഥനാമുറിയിൽ ഇരിക്കേണ്ട, പൊടി പറ്റാതെ അല്ലെങ്കിൽ പ്രത്യേകമായി ഒരു പ്രശ്നമില്ലാതെ ശാന്തമായി ഇരിക്കേണ്ട ഒരു പുസ്തകമല്ല. ദിവസവും അത് എടുക്കുകയും വായിക്കുകയും വരയ്ക്കുകയും ഇഷ്ടപ്പെട്ട വചനങ്ങൾ ഡയറിയിൽ എഴുതുകയും അത് 10 പേരോട് പറയുകയും ചെയ്യേണ്ട ഓരോ വ്യക്തിക്കും ആ ഒരു കടമയുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം ജീവനും ജീവിതവും തന്നിരിക്കുന്നത്. അതിനുവേണ്ടി ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ജീവിതമാണ് നമ്മളുടേത്. നമ്മൾ ദൈവത്തിൻ്റെ വചനം ആരോടും തന്നെ പറയാൻ മടിയും നാണമുള്ളവരാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുവാൻ വെളിയുള്ളവരാണ് ഞാനും നിങ്ങളും. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വചനങ്ങൾ നിങ്ങൾ പറയണം. പ്രിയപ്പെട്ടവർ, ഈ വചനം പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ കാനായിലെ വിവാഹ വിരുന്നാണ്, കല്യാണ വിരുന്നാണ്. അവിടെ വീഞ്ഞു തീർന്നു പോയി. അമ്മ ചെന്ന് യേശുവിനോട് പറഞ്ഞു, ഇവർക്ക് വീഞ്ഞില്ല. യേശു മറുപടി പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? കേട്ടാൽ നമുക്ക് എന്ത് തോന്നും? ഇവിടെ ഒരു അത്ഭുതവും നടക്കാൻ സാധ്യത പോലുമില്ല. ആ വാക്കിൽ അങ്ങനെയാണ് പെട്ടെന്ന് തോന്നുക. സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? നമ്മുടെ ആരുടെയും വീടല്ലല്ലോ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വീടല്ലല്ലോ ഇത്. പെട്ടെന്ന് കേട്ടാൽ തോന്നുന്ന ഒരു റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷെ അമ്മ ചെന്ന് പറയുന്നൊരു വാക്കുണ്ട്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഞാൻ പറയുന്ന പോലെ ചെയ്യണ്ട. അമ്മ പറഞ്ഞ് എനിക്ക് ഐഡിയകളുണ്ട്, ഞാൻ പറയുന്നില്ല. പക്ഷേ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഞാൻ നിങ്ങളോട് ഇപ്പോൾ പ്രസംഗിക്കുന്നത് ദൈവം നിങ്ങളോട് പറയുന്നത് ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറുമെന്നാണ് പറയുന്നത്. അത് പറയാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് പറയാൻ വേണ്ടി ഇങ്ങനെ ഒരു 33 ദിവസം മാറ്റി വച്ചിരിക്കുന്നത് പോലും ഇതൊക്കെ പറയാനാണ്. അപ്പോൾ ആ വീട്ടിൽ കുറേ ശുശ്രൂഷകരുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു കൽഭരണിയിൽ. അത്ഭുതം നടക്കാൻ എന്നാ കാരണമെന്നറിയാമോ? ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്ന കുറച്ച് നല്ല ശുശ്രൂഷകർ ആ കല്യാണ വീട്ടിലുണ്ടായിരുന്നു. വീഞ്ഞു പോയപ്പം പാത്രമെടുത്ത് വെള്ളം നിറയ്ക്കണമെന്ന് പറഞ്ഞാൽ അതനുസരിക്കാത്ത ഇത് എന്ത് വർത്തമാനമായി പറയുന്നത്? പിന്നെ വീഞ്ഞിരിക്കുന്നത് കിണറ്റിലാണോ? ഇങ്ങനെ തർക്കുത്തരം പറയുന്നവരും വലിയ വർത്തമാനം പറയുന്നവരൊന്നും ആ വീട്ടിലില്ലായിരുന്നു. ആ വാക്ക് കേട്ടിട്ട് ആ പാത്രം കൊണ്ടുപോയി ആ കിണറ്റി വെക്കാൻ കൊള്ളുന്ന നല്ല അനുസരണയുള്ള ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുക്കുന്ന ശുശ്രൂഷകർ ആ വീട്ടിൽ അന്നുണ്ടായിരുന്നു. അതാണ് അത്ഭുതം ഉണ്ടാകാൻ കാരണം. ഒരാൾ ചോദിച്ചു, കാനായിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ഉണ്ടാകാൻ എന്താണ് കാരണം? അനുസരണയുള്ള ശുശ്രൂഷകരാണ് ഒരു കാരണം.
ഏതനുസരണയുള്ള ശുശ്രൂഷകർ? ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്ന ആളുകളാണ് ആ വീടിന്. നിങ്ങൾ ഈ എന്നെ വചനത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏതൊക്കെയോ വീടുകളിൽ, നമ്മൾ തമ്മിൽ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആരൊക്കെയോ ആണ് എന്നെ കേൾക്കുന്നത്. നമ്മൾ തമ്മിൽ ഒരു പരിചയവുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജീവിതം മാറും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. വെള്ളം കോരി കൽഭരണിയിൽ നിറച്ചു. ആ പാത്രത്തിനകത്തെ വെള്ളത്തെ ദൈവം വീഞ്ഞാക്കി മാറ്റി. നിങ്ങളുടെ ജീവിതത്തെ ദൈവം, വീഞ്ഞും വെള്ളവും തമ്മിൽ വ്യത്യാസമുണ്ട്. വെള്ളത്തിൽ നിന്ന് ഒരിക്കലും വീഞ്ഞുണ്ടാക്കാൻ സാധ്യമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന് പോലും സാധിക്കത്തില്ല വെള്ളത്തിൽ നിന്ന് വീഞ്ഞുണ്ടാക്കാൻ. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. മുന്തിരിയിൽ നിന്നാണ് വീഞ്ഞുണ്ടാകുന്നത്. വെള്ളം അതിന് പ്രത്യേക കളറ്, രുചിയെല്ലാം നമുക്കറിയാം. വീഞ്ഞിൻ്റെ രുചിയും കളറും നമുക്കറിയാം. എങ്ങനെ ഇത് വെള്ളം കളറ് മാറി, രുചി മാറി, മണം മാറി, എല്ലാം മാറി. അത് രണ്ടും രണ്ട് വസ്തുവായി മാറി. വെള്ളത്തിന് ഒരു കുപ്പി വെള്ളത്തിന് 20 രൂപ, ഒരു കുപ്പി വീഞ്ഞിന് ചിലപ്പോൾ 200 രൂപ വരെ കൊടുക്കേണ്ടി വരും. അത് ഏറ്റവും നല്ല വീഞ്ഞാണെങ്കിൽ അതിനേക്കാൾ വില അതിന് കൂടും. 300, 400, 500 ഒക്കെ ആയി മാറും. അങ്ങനെയാണ് വെള്ളത്തിൽ നിന്ന് വീഞ്ഞുണ്ടായത്. ദൈവത്തിൻ്റെ വാക്കനുസരിച്ചപ്പോഴാണ് മാറ്റം വന്നത്. അതാണ് ദൈവത്തിൻ്റെ അത്ഭുതം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാക്കനുസരിക്ക്. ഈ വചനങ്ങൾ വായിച്ചിട്ട് അത് വിശ്വസിക്ക്, അതിനെ സ്നേഹിക്ക്. 14-ാമത്തെ ദിവസവും 15-ാമത്തെ ദിവസവും ഞാൻ പറഞ്ഞത് കണക്ട് ചെയ്താണ് നിങ്ങളോട് പറഞ്ഞത്. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. ഇന്ന് പോലെ ആയിരിക്കില്ല നാളെ. അത്ഭുതങ്ങൾ സംഭവിക്കും. ആ പാത്രത്തിനകത്തുള്ള വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയതുപോലെ നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഇതുപോലെ മാറ്റും. നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള ബുദ്ധി, കഴിവ്, ശക്തി, ആലോചന, ചിന്ത, ആരോഗ്യം, ഇതൊക്കെ ആ വെള്ളം വീഞ്ഞായതുപോലെ ദൈവത്തിൻ്റെ ഇടപെടൽ വരുമ്പോൾ അവിടെല്ലാം മാറ്റങ്ങൾ വരും. നിങ്ങളുടെ ചിന്തകളിൽ പോലും പക്വത വരും. നിങ്ങളുടെ ആലോചനകളിൽ പോലും പക്വത കടന്നു വരും. നിങ്ങളുടെ തീരുമാനങ്ങളിൽ ദൈവീകത വരും. നിങ്ങൾ ഒരിക്കലും ചതിക്കുന്ന അല്ലെങ്കിൽ കുഴി പോകുന്ന ഒരു തീരുമാനം, തകർന്നു പോകുന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കത്തില്ല. നിങ്ങളെ ആർക്കും പറ്റിക്കാൻ കഴിയത്തില്ല. നിങ്ങളെ ആർക്കും കബളിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളെ ആർക്കും അങ്ങ് ഇല്ലാതാക്കാൻ പെട്ടെന്ന് കഴിയത്തില്ല. കാരണം നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പ്രിയപ്പെട്ടവർ, ഈ 15-ാമത്തെ ദിവസം നമ്മൾ കേട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ വചനം. അത് മഴയും മഞ്ഞും പോലെ ജീവിതത്തിൽ വരും. മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് നനഞ്ഞു കുളിക്കും. മഞ്ഞ് പെയ്യുമ്പോൾ ചെസ്റ്റ് നമ്മുടെ മേത്തൊക്കെ പറ്റിയിരിക്കുകയുള്ളൂ. രണ്ടും രണ്ട് രീതിയിലാണ് ഇഫക്റ്റ്. മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് നനഞ്ഞു കുളിക്കും, കോട്ടൊക്കെ ഇട്ട് പോകണം. മഞ്ഞാണെങ്കിലോ പറ്റി ഇടിക്കുകയുള്ളൂ. രണ്ട് രീതിയിലായിക്കൊള്ളട്ടെ, റിസൾട്ട് സെയിം ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ മഴയായിട്ടോ മഞ്ഞായിട്ടോ ഈ വചനം മാറട്ടെ. ഈ വചനം നിങ്ങളുടെ കുടുംബത്തിൽ മാറട്ടെ. അത് നിങ്ങളുടെ ഭവനങ്ങളിൽ ആ വചനം നിങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിക്ക്, വിശ്വാസത്തോടെ അനുസരിക്ക്. നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ 15-ാമത്തെ ദിവസം ഈ ക്ലാസ് കഴിഞ്ഞ് ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതം ആ ദൈവവചനത്തോട് ചേർത്ത് വെച്ച്, നമ്മുടെ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്ക്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മൾ ഒരുങ്ങുവാണ്. ഈ വചനങ്ങൾ കേട്ട് നമ്മൾ ഒരുങ്ങുവാണ്. നമ്മളെ തന്നെ സമർപ്പിക്കാൻ, നമ്മുടെ ഭവനത്തെ ഏൽപ്പിക്കാൻ ഒരുങ്ങുവാണ്. ലക്ഷക്കണക്കിന് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന അത്ഭുത ശുശ്രൂഷകൾ, അത്ഭുത അടയാളങ്ങൾ സംഭവിക്കാൻ ഒരുങ്ങുകയാണ്. ഈ 33 ദിവസം കഴിയുമ്പോൾ അറിയപ്പെടുന്ന, ലോകം തന്നെ അതിശയിക്കുന്ന അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടവരട്ടെ. ദൈവത്തിൻ്റെ വാക്കിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. അതൊരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത വിധത്തിൽ അത് അനേകം മനസ്സിൽ വിശ്വാസത്തിൽ വളരാൻ ഉതകുന്ന അത്ഭുതങ്ങളായത് മാറട്ടെ. ദൈവത്തെ അറിയണം, ദൈവത്തോട് അടുക്കണം, ദൈവവചനം അറിയണം. അതിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ വചനം കേട്ട ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഈ വചനം കേട്ട ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, 10,000-കണക്കിന് കുടുംബങ്ങളുണ്ട്. എല്ലാവരെയും അങ്ങ് കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങാം.
പരമ ദിവ്യകാരുണ്യമേ, സ്തുതികളിൽ നിറയും ദിവ്യ ചൈതന്യമേ, എന്നും എന്നേരവും ആരാധനാസ്തുതി പുകഴ്ചകളേകുന്നു ഞങ്ങൾ. എന്നും എന്നേരവും ആരാധനാസ്തുതി പുകഴ്ചകളേകുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു വിണ്ണും ഭൂതലവും, ആരാധിച്ചിടുന്നു മണ്ണും മാനവരും, ആരാധിച്ചിടുന്നു സർവചരാചരവും, ആരാധിച്ചിടുന്നു അനവരതം നാഥാ. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയുടെ സമയത്ത് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ഒന്ന് സമർപ്പിക്കാം. നമുക്ക് നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടെ ആയിരിക്കാം. കാരണം നമുക്ക് ഇങ്ങനൊരു ശുശ്രൂഷയിൽ നിയോഗത്തോടെ പങ്കെടുക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്, അതൊരവസരമാണ്, അതൊരനുഗ്രഹമാണ്. കാരണം നമുക്ക് നമ്മുടെ ഭവനങ്ങളിലിരുന്ന്, നമ്മുടെ വീടിൻ്റെ സാഹചര്യത്തിലിരുന്ന്, ആ ചെയറിലിരുന്നുകൊണ്ട് നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആരാധനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ഒരു ആരാധനയിൽ പങ്കെടുക്കാൻ കൊതിക്കുന്ന നാളുകളുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് അത് എത്തിക്കഴിഞ്ഞു. അതൊക്കെ ഒരു ഭാഗ്യമാണ്, ഒരവസരമാണ്. ഇതാ ദൈവത്തിൻ്റെ വാക്കുകളും ചൈതന്യവും നിങ്ങളുടെ വീടിൻ്റെ അകത്ത് സ്വരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സ്വരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ലോകത്തിൻ്റെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന സ്വരമല്ല, ദൈവത്തിൻ്റെ വചനങ്ങൾ വിളിച്ചു പറയുന്ന സ്വരമാണ് നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും ഓരോ മുറികളിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വചനത്തിന് നിങ്ങളെ വിശുദ്ധീകരിക്കാൻ കഴിവുണ്ട്. ഈ വചനത്തിന് നിങ്ങളെ സൗഖ്യപ്പെടുത്താൻ കഴിവുണ്ട്. ഈ വചനത്തിന് നിങ്ങളെ രക്ഷിക്കാനുള്ള കഴിവുണ്ട്. അതെവിടെ നിങ്ങൾക്ക് മനസ്സിലാകും? യേശു വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തി. അപ്പോൾ ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ, ആ വചനം നിങ്ങൾ രോഗികളാണെങ്കിൽ ആ രോഗത്തിൻ്റെ മേൽ സൗഖ്യമായി അത് മാറും. ഈ ആരാധന സൗഖ്യത്തിന്റെ സമയമായി അത് മാറും, വിടുതലിന്റെ സമയമായി മാറും. പിശാചുക്കൾ വിറയ്ക്കുന്ന സമയമാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ആരാധനയുടെ പാട്ടിന്റെ സ്തുതിപ്പിന്റെ സ്വരം മുഴങ്ങുന്ന സമയം. പിശാചുകൾ ഞെട്ടിവിറയ്ക്കുന്ന സമയമാണ്. ആ സ്വരത്തിന്റെ ആ പരിധിയിൽ പോലും, ആ ഒരു പരിധിയിൽ പോലും നിൽക്കാൻ പോലും ഒരു അന്ധകാര ശക്തിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. കാരണം അത്രമേൽ ശക്തിയുള്ള ദൈവത്തിന്റെ വചനമാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ വീടിനെ നോക്കി, ജീവിതത്തെ നോക്കി ചിലർ പറഞ്ഞിട്ടുണ്ടാവും, ഈ വീട് എന്തോ ഒരു സുഖമില്ലാത്ത വീടാണ്, ഈ വീട് ലക്ഷണമില്ലാത്ത വീടാണ്, ഈ വീട് നിങ്ങൾ വിറ്റു പോകണം, ഈ വീട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വിൽക്കണം, ഇത് പൊളിച്ചു പണിയണം. പല അഭിപ്രായങ്ങൾ കേട്ടിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടാവും. പക്ഷെ ഇന്ന് നിങ്ങളുടെ വീടിൽ ഈ ആരാധനയുടെ സ്വരം മുഴങ്ങുമ്പോൾ, ഈ പ്രാർത്ഥനയുടെ സ്വരം മുഴങ്ങുമ്പോൾ, എവിടെയാണ് കുഴപ്പം, എന്താണ് പ്രശ്നം എന്നൊക്കെ അതെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തെ, ആ ഭവനത്തെ ദൈവം വിടുവിക്കും.
ദൈവം നൽകുന്ന സ്വാതന്ത്ര്യവും ദൈവം നൽകുന്ന സന്തോഷവും ദൈവം നൽകുന്ന സമാധാനവും ദൈവം നൽകുന്ന സ്വസ്ഥതയും നിങ്ങളുടെ ഭവനങ്ങളിൽ നിലനിൽക്കാൻ തുടങ്ങും. കരങ്ങളെ നീട്ടിപ്പിടിച്ച് നമുക്കൊരു നിമിഷം ഈ നല്ല ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കണം, നമുക്കൊന്ന് ആരാധിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് വിശുദ്ധീകരണം അയക്കണമേ, സൗഖ്യത്തെ അയക്കണമേ, വിടുതലിനെ അയക്കണമേ, സമാധാനത്തെ പകരണമേ, സ്വസ്ഥതയെ പകരണമേ. യേശു നാമത്തിന്റെ ശക്തിയിൽ ഇന്ന് ഞങ്ങളുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ ഇരുത്തേണമേ. കർത്താവേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ മറക്കേണമേ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവന്റെ ജീവനാമീശോ. ചേർന്ന് പാടാമോ? എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവന്റെ ജീവനാമീശോ. അങ്ങേ തിരുമുറിവുകളിൽ പറഞ്ഞേ, എന്നെ മറക്കേണമേ. അങ്ങേ തിരുമുറിവുകളിൽ, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവന്റെ ജീവനാമീശോ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവന്റെ ജീവനാം ഈശോ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവന്റെ ജീവനാം ഈശോ. ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കേട്ട ദൈവവചനത്തിനകത്ത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിൽ ഒരു ഭാഗമുണ്ട്. ഒരു ഭവനത്തിൽ യേശു ചെയ്ത അത്ഭുതം. കാനായിലെ കുടുംബത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം ഇടപെട്ടത്. നിങ്ങളും ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലായിരിക്കാം, നിങ്ങളുടെ കുടുംബവും ഒരു പ്രതിസന്ധിയിലായിരിക്കാം. കാനായിലെ കുടുംബത്തിൽ ഇടപെട്ട ദൈവം എൻ്റെ കുടുംബത്തിലും ഇടപെടും. എൻ്റെ കുടുംബത്തിലെ വിഷയങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കും. അവിടെ അത്ഭുതം നടക്കുവാൻ ചില കാരണങ്ങളുണ്ട്. എല്ലാവരും കാനായിലെ കുടുംബത്തിൽ അത്ഭുതം നടന്നു, അത് വായിച്ചു മറിച്ചു, അടുത്ത അധ്യായം വായിച്ച് കടന്നു പോവുകയാണ്. എന്തുവാണ് അവിടെ സംഭവിച്ചത്? പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ആ ഭവനത്തിൽ പ്രത്യേകമാം വിധം ഉണ്ടായിരുന്നു. നമ്മളും വിമല പാതയിൽ എന്ന ഈ ശുശ്രൂഷയുടെ 33 ദിവസത്തിൻ്റെ ഒരു ദിവസത്തിലാണ് ഉള്ളത്. നമുക്ക് പ്രത്യേകമായുള്ളത്, നിങ്ങളുടെ കുടുംബത്തിലുള്ളത് അമ്മയുടെ ഒരു മാധ്യസ്ഥമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു കുറവ്, അത് മനുഷ്യരറിയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഒരു കുറവ് ലോകത്തിനത് ആഘോഷമാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? എവിടെയാ കുറവെന്ന് നോക്കിയാ നടക്കുന്ന മനുഷ്യർ മുഴുവൻ. കുറവ് കിട്ടിയാലോ അത് ഒരു വെടിമരുന്നിന് തീ പിടിക്കുന്നത് പോലെ, അത് ഒരു ഫോണിൽ നിന്ന് 100 ഫോണിലേക്ക് അത് വാട്സപ്പ് മെസ്സേജായോ ഫേസ്ബുക്കിലോ ഒക്കെ അങ്ങ് വേഗത്തിലത് ആഘോഷമാക്കും. കുറവിനെ ആഘോഷമാക്കുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. എത്രയോ പേര് ഞങ്ങൾ ഇങ്ങനെ ഒരു കുറവിലായി പോയത് കൊണ്ട് തലകുനിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെന്നറിയാമോ? നമ്മളത് ചിന്തിക്കത്തില്ല. പക്ഷേ അമ്മയുടെ മാധ്യസ്ഥം ആ വീടിനെ അനുഗ്രഹിച്ചത് എങ്ങനെയാണ്? ആ വീടിൻ്റെ ഒരു കുറവ് അമ്മ അറിഞ്ഞപ്പോൾ
അത് മറ്റൊരു സ്ത്രീയോട് പോലുമല്ല അത് പറഞ്ഞത്, പരിചയമുള്ളൊരു സ്ത്രീയോടല്ല പറഞ്ഞു. എനിക്കൊരു സംശയമുണ്ട്, ഇവർക്ക് വീഞ്ഞ് തികയോ, എന്നാ ചെയ്യണ്ടേ, കുറവാ, ഇവരെന്ത് നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇതിനൊരു അളവൊക്കെ വേണ്ടേ, ഇതിന് കണക്കൊന്നും ഇല്ല, ഇവർക്ക് ആര് നോക്കി നടത്തുന്നതൊന്നും ആരോടും പറഞ്ഞില്ല. പരിഹരിക്കാൻ കഴിവുള്ളവനോട് അത് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു കുറവ് അയൽക്കാർക്കും നാട്ടുകാർക്കും ദേശത്തുള്ളവർക്കൊക്കെ പരിഹാസ വിഷയവും കളിയാക്കേണ്ട വിഷയവും ആഘോഷമായിരിക്കും. അത് ഒരു കുറവ് കിട്ടിയാൽ ലോകമതങ്ങ് അടിച്ചാഘോഷിക്കും അത്. എന്നാൽ കുറവിനെ ആഘോഷമാക്കുന്ന സ്ഥലമല്ല ബൈബിളിൽ കണ്ടത്. അമ്മയുടെ മാധ്യസ്ഥം കുറവിനെ പരിഹരിക്കുന്നൊരാഘോഷമായി അത് മാറി. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു ആഘോഷമാണ് ഇന്ന് സ്വർഗത്തിൽ നടക്കുന്നത്. നിങ്ങളുടെ കുറവിനെ ആഘോഷിക്കുന്ന ആളുകൾ ഇഷ്ടം പോലുണ്ട്, പക്ഷെ അത് പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ആരും ഉണ്ടാവില്ല. അമ്മ ചെന്ന് ഈശോയോട് പറയുന്നു, ഇവർക്ക് വീഞ്ഞില്ല. അപ്പോൾ അമ്മ പറയുന്നത്, ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്യാനല്ല. അമ്മ ആ വീട്ടിൽ പറഞ്ഞു, ഞാൻ പറയുന്നത് ആരും ചെയ്യണ്ട, അവൻ പറഞ്ഞാൽ, എന്തേലും പറഞ്ഞാൽ അത് നിങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞു. എനിക്കും നിങ്ങളോട് ഈ പ്രതിസന്ധിയിലും വിഷമത്തിലും നിയോഗത്തിലൊക്കെ പങ്കെടുക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, ദൈവം പറയുന്നത്, ദൈവം നിങ്ങളുടെ കുടുംബത്തോട് ചിലത് പറയും, നിങ്ങളുടെ ജീവിതത്തോട് ചിലത് പറയും. ചിലത് വേണമെന്നും ചിലത് വേണ്ടെന്നും ഒക്കെ ദൈവം നിങ്ങളോട് പറയും. അപ്പോൾ അതനുസരിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ നിങ്ങൾ അനുഭവിക്കും, അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. കാരണം ദൈവം കൂടെയുള്ളൊരു സമയമാണ്. യേശു പറഞ്ഞു, വെള്ളം നിറയ്ക്കുവിനെന്ന് പറഞ്ഞു. അവർ വെള്ളം കോരി കൽഭരണികൾ നിറച്ചു എന്നെഴുതിയിട്ടുണ്ട്, വക്കോളം നിറച്ചു എന്നെഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ അത്ഭുതം നടക്കാൻ കാരണം ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്ന ചിലര് ആ കല്യാണ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ സാഹചര്യത്തിലിരുന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, പാടാനും കൈകൊട്ടാനും സ്തുതിക്കാനും ആളുണ്ട്. പക്ഷെ ദൈവം പറയുന്ന അനുസരിക്കാൻ നിങ്ങളുടെ വീട്ടിൽ ഒരാളേലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അനുസരിക്കുന്ന നിങ്ങളിലൂടെ അനുഗ്രഹം സംഭവിക്കും. എല്ലാവരിലൂടെ അല്ല കേട്ടോ അനുഗ്രഹം. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്ന ഒരാൾ ആ വീട്ടിലുണ്ടെങ്കിൽ അയാളിലൂടെയാണ് ആ വീട് അനുഗ്രഹിക്കപ്പെടുക, അയാളിലൂടെയാണ് ആ പ്രശ്നത്തെ പരിഹരിക്കപ്പെടുക. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനെ പരിഹസിക്കരുത്, ദൈവവചനം വായിക്കുന്നവനെ കളിയാക്കരുത്. കാരണം അവനിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം നീയും നാളെ ഒരു സമയത്ത് അനുഭവിക്കുന്ന സാഹചര്യം വരും. ഉടനെ ആ വീടിന്റെ പ്രത്യേകത, ദൈവം പറഞ്ഞ, യേശു പറഞ്ഞ വാക്ക് അനുസരിക്കുന്ന കുറച്ച് നല്ല ആളുകൾ ആ വീട്ടിലുണ്ടായിരുന്നു. അവരന്നേരെ തർക്കുത്തരം പറഞ്ഞില്ല, വീഞ്ഞ് തീരുമ്പോൾ വെള്ളമാണോ കോരുന്നതെന്ന് ചോദിച്ചില്ല. ആരും അതിൻ്റെ സയന്റിഫിക് വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും വിമർശിക്കാനും ഒന്നും പോയില്ല. അവരനുസരിച്ചു. അനുസരിക്കാൻ തയ്യാറാണോ? ഐശ്വര്യം അനുഭവിക്കും, ഐശ്വര്യം അനുഭവിക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ കുടുംബത്തിൽ ചില നന്മകൾ ഉണ്ടാകാൻ പോവുകയാണ്. ഇനി ആ വീടിന് പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. വീഞ്ഞ് തീർന്നു പോയാൽ വീഞ്ഞുള്ളിടത്തുനിന്നാണ് കൊണ്ടുവരേണ്ടത്. വീഞ്ഞ് എവിടെ നിന്നാണ് ഉണ്ടായെന്നറിയാം? ദൈവം ആ വീട്ടിൻ്റെ അവിടെ തന്നെയുള്ളൊരു കിണറ്റിൽ നിന്നാണ്. ഇത്ര അടുത്തുണ്ടായിരുന്നെങ്കിൽ നേരത്തെ കോരിയാ പോരായിരുന്നോ? പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ മറച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ദൈവവചനം അനുസരിച്ചാൽ നിങ്ങളത് അനുഭവിക്കാൻ തുടങ്ങും. ഇനി എന്തിനെയാ നിറച്ചത്? കിണറ്റിലെ വെള്ളത്തെ അല്ല ആശീർവദിച്ചത്, കിണറ്റിൽ നിന്ന് കോരിയെടുത്ത് നിറച്ച വെള്ളത്തെയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഇന്ന് നിറച്ചു വച്ചിരിക്കുന്ന പ്രാർത്ഥനയുണ്ട്, വിശ്വാസമുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ മധുരമുള്ള അനുഭവമാക്കി മാറ്റുന്നത്. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ കൊടുക്കാം. വെള്ളം, ആ വെള്ളത്തിൻ്റെ കളറ്, നിറം, രുചി ഒക്കെ നമുക്കറിയാം. എന്നാൽ വീഞ്ഞിൻ്റെ രുചിയും മണവും വിലയും ഒക്കെ വേറെയാ. വേറൊരു വസ്തുവാണത്. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റാൻ ലോകത്തിലുള്ള ഒരു സയന്റിസ്റ്റിനും സാധിച്ചു എന്ന് വരില്ല, ഏറ്റവും വലിയ സമ്പന്നനും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ദൈവത്തിനൊരു നിമിഷം കൊണ്ട് ഇത്ര വലിയ കാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഈ അത്ഭുതം നടന്നത് ഒരു വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ ഭവനം ഈ ദിവസം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. ദിനവും യേശുവിൻ്റെ കൂടെ, ദൈവം നമ്മുടെ കൂടെ, ദൈവം നമ്മുടെ കൂടെ. കരങ്ങളെ ഒന്ന് നീട്ടിപ്പിടിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഉണ്ടാകണമേ. ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഭവനത്തെ അങ്ങ് ആശീർവദിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ. ഞങ്ങളുടെ ഭവനത്തിൻ്റെയും വ്യക്തി ജീവിതത്തിൻ്റെയും കുറവുകളെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, 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 നന്ദി പറയുന്നു. ചേർന്ന് പാടുന്നു. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ചേർന്ന് ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനേ എന്നേശുനാഥ. കഴിയില്ല എനിക്ക് പ്രിയനേ എന്നേശുനാഥ. കരങ്ങൾ നീട്ടിപ്പിടിച്ച് ചേർന്ന് പാടാം. സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനേ എന്നേശുനാഥ. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുന്നേ എന്ന് നമ്മൾ പാടി. ആർക്കാണ് ഹൃദയബന്ധത്തോടെ സ്നേഹിക്കാൻ കഴിയുക? രണ്ട് കാര്യങ്ങൾ വേണം. വിശ്വാസം വേണം, ആ വ്യക്തിയെ ആശ്രയിക്കാനും പറ്റണം. ഇത് രണ്ടും കണക്റ്റഡാണ് ഈ വാക്കുകൾ. വിശ്വാസം, ആശ്രയം, സ്നേഹം. ചുമ്മാ ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല. ചിലർ പറയില്ല, എനിക്ക് അയാളെ വിശ്വസിക്കാൻ എന്തോ ഒരു പേടിയുണ്ട്. വിശ്വസിക്കാത്തൊരാളിൽ ഒരാൾ ആശ്രയിക്കില്ല. ആശ്രയിക്കണമെങ്കിൽ വിശ്വാസം വേണം. ഇത് രണ്ടും ചേർന്നാലേ, വിശ്വാസവും വേണം, വിശ്വസിക്കാനും കൊള്ളണം, ആശ്രയിക്കാനും പറ്റണം. അപ്പോഴാണ് സ്നേഹം എന്നൊരു സംഭവം ഹൃദയത്തിലുണ്ടാവുക. അങ്ങനെയെങ്കിൽ കാനായിലെ കുടുംബത്തിൻ്റെ വിജയം എന്നാണെന്നറിയാമോ? വിശ്വസിക്കാനും ആശ്രയിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന യേശുവിനെ ആ വീട്ടിലേക്ക് അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. വിശ്വസിക്കാനും സ്നേഹിക്കാനും ആശ്രയിക്കാനും കഴിവുള്ള ദൈവത്തെ, യേശുവിനെ നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ക്ഷണിക്കുക. കുറവുകൾ പൊട്ടിത്തെറിച്ച് വലിയ പ്രശ്നങ്ങളാകുന്നതിന് മുമ്പ് കുറവുകളെയൊക്കെ യേശു ആരുമറിയാതെ അത്ഭുതകരമായി പരിഹരിക്കും. അതിന് അമ്മയുടെ മാധ്യസ്ഥത്തിന് വലിയൊരു പങ്കുള്ളതുപോലെ അമ്മയുടെ സാന്നിധ്യം ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ട്. കാരണം വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പ്രാർത്ഥനയുടെ നാളുകളിലാണ് നമ്മളുള്ളത്. നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ പാടിയ ആ പാട്ടിൻ്റെ വരികളുടെ അർത്ഥമറിഞ്ഞ് ദിനവും യേശുവിൻ്റെ കൂടെ, ഇത് പാടുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്, എൻ്റെ ഭവനത്തിൽ എൻ്റെ ദൈവമുണ്ട്. ഒരു പ്രാവശ്യം മനസ്സിലൊന്ന് പറഞ്ഞ്, എൻ്റെ കൂടെ എൻ്റെ ഭവനത്തിൽ എൻ്റെ ദൈവമുണ്ട്. കാനായിലെ കുടുംബത്തിലെ അവർ ക്ഷണിച്ചു. ചുമ്മാ വഴിയെ പോയപ്പം പെട്ടെന്ന് യാദൃശ്ചികമായി കയറി വന്നതല്ല, അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷണിക്കണം, വെൽക്കം ചെയ്യണം. നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉള്ളപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രസംഗമാണ് വെൽക്കം സ്പീച്ച്, സ്വാഗത പ്രസംഗം. ഇതുപോലെ ദൈവത്തെ ജീവിതത്തിലേക്കൊന്ന് സ്വാഗതം ചെയ്തേ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അങ്ങേ ക്ഷണിക്കുന്നു, എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ അങ്ങേ ക്ഷണിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യത്തെ ഞാൻ ക്ഷണിക്കുന്നു. സ്നേഹത്തോടെ വിശ്വസിച്ച് ആശ്രയിച്ചുകൊണ്ട് ക്ഷണിക്കുന്നു കർത്താവേ. എൻ്റെ മക്കളിലേക്ക് യേശുവേ അങ്ങേ ഞാൻ ക്ഷണിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഒരമ്മയെന്ന നിലയിൽ, ഒരപ്പനെന്ന നിലയിൽ, ഒരു സമർപ്പിതനെന്ന നിലയിൽ ദൈവമേ അങ്ങേ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. ക്ഷണിച്ചുകൊണ്ട്, ആശ്രയിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട്, സ്നേഹത്തോടെ പാടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും ദിനവും
യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരേ പിരിയാ കഴിയില്ല എനിക്ക് പ്രിയനേ എന്നേശുനാഥ. കരങ്ങൾ നീട്ടി പറഞ്ഞേ, സ്നേഹിക്കുന്നേ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞേ, സ്നേഹിക്കുന്നേ ആശ്രയിച്ചുകൊണ്ട് പറയാമോ, സ്നേഹിക്കുന്നേ യേശുവേ, വിശ്വസിച്ചുകൊണ്ട് സ്നേഹിക്കുന്നേ ആശ്രയിച്ചുകൊണ്ട് സ്നേഹിക്കുന്നേ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. കാനായിലെ കുടുംബത്തിലെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ ഒരു അത്ഭുതം നടന്നതുപോലെ, ദൈവത്തിൻ്റെ വാക്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ കുടുംബം ഈ ദിവസം അനുഗ്രഹിക്കപ്പെടും. കാരണം നിങ്ങളുടെ ഭവനത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. കുറവുകൾ അത് പ്രശ്നങ്ങളായി മാറില്ല. അത് ലോകത്തിന്, ആളുകൾക്ക് പരിഹാസപത്രമാകില്ല. അതിനു മുമ്പേ യേശു അത് ആരും അറിയാതെ അത്ഭുതകരമായി പരിഹരിക്കും. നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട്, കുറവുകളെ സമർപ്പിച്ചുകൊണ്ട് എല്ലാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ കണ്ണുകളെ അടച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ദൈവം ഇടപെടുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നു, നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നു, നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടുന്നു, നിങ്ങളുടെ ആത്മീയ ജീവിതം കുറച്ചുകൂടെ അഭിവൃദ്ധിയിലേക്ക് വരുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ ദൈവം ഏറ്റെടുക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നല്ല ഭാവിയെ ദൈവം ഒരുക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ നിറയുന്നു, അനേകം പ്രാർത്ഥനകളിൽ ദൈവം ഇടപെടുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
ഇന്നത്തെ പ്രവൃത്തി. കർത്താവെ, അങ്ങയുടെ വചനത്തെ സ്നേഹിക്കാനും സ്വീകരിക്കാനും അനുസരിക്കാനും എന്നെ പഠിപ്പിക്കണമേ. ഈ പ്രാർത്ഥന 33 തവണ ആവർത്തിച്ച് ചൊല്ലുക. വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റു പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ, തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.